ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നൊരു പുതിയ പോയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷിനോ അഷേബെയുടെ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. നമ്മുടെ പോയറ്റ് ഷിനുവ അഷേബെ. Chinua Achebe, a Nigerian novelist, poet and critic, became famous with the publication of his first novel, Things Fall Apart, in 1958. ഷിനുവ അഷേബെ ഒരു നൈജീരിയൻ നോവലിസ്റ്റാണ്, പോയറ്റാണ്, ക്രിട്ടിക്കാണ്. അദ്ദേഹം പ്രശസ്തനാവുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലിൽ തന്നെയാണ്. തിങ്സ് ഫാൾ അപ്പാർട്ട് എന്നാണ് ആ നോവലിൻ്റെ പേര്. അത് 1958 പബ്ലിഷ് ചെയ്യപ്പെട്ടു. In it, Achebe compared Africa's colonial past with its pre-colonial tribal past. ഷിനുവ അഷേബെ ഈ നോവലിൽ അദ്ദേഹം കമ്പയർ ചെയ്യാണ് ആഫ്രിക്കയുടെ കൊളോണിയൽ പാസ്റ്റ്, കൊളോണിയൽ കാലഘട്ടത്തിലെ ആഫ്രിക്കയുടെ ജീവിതം, അതാണ് കൊളോണിയൽ പാസ്റ്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ഇറ്റ്സ് പ്രീ കൊളോണിയൽ ട്രൈബൽ പാസ്റ്റ്, അതിനു മുമ്പുണ്ടായിരുന്ന പ്രീ കൊളോണിയലിസത്തിനും മുമ്പുള്ള ഒരു ട്രൈബൽ പാസ്റ്റ് ഉണ്ടാകും ആഫ്രിക്കയ്ക്ക്. കൊളോണിയലിസത്തിലൂടെയാണ് ആഫ്രിക്കയിലെ ഈ ട്രൈബൽ ജീവിതത്തിനൊക്കെ ഒരു അറുതി വരുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള ജീവിതവും കൊളോണിയലിസത്തിൻ്റെ ഇൻഫ്ലുവൻസിലുള്ള ജീവിതത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. The novel is written in English, but the language is interwoven with the proverbs from Igbo oral tradition. നോവൽ ഇംഗ്ലീഷിലാണ് എഴുതപ്പെട്ടതെങ്കിലും അതിൽ ഒരുപാട് പ്രോവർബുകൾ ഇൻ്റർവോവണായിട്ട് വരുന്നു, അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അവയൊക്കെ ഇഗ്ബോ ഓറൽ ട്രഡീഷൻ്റെ ഭാഗമാണ്. ഇഗ്ബോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ആഫ്രിക്കൻ വിഭാഗമാണ്. അവരുടെ ഒരു ഓറൽ ട്രഡീഷൻ, വാമൊഴിയായിട്ട് പരമ്പരാഗതമായി വന്ന് കിട്ടിയ ഒരുപാട് പ്രോവർബുകളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇൻ്റർവോവണായിട്ട് ആ ഭാഷയോട്, ഇംഗ്ലീഷ് ഭാഷയോട് കൂടെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അഷേബെ ഹാസ് റിട്ടൺ എ നമ്പർ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, പോയംസ് ആൻഡ് ക്രിട്ടിക്കൽ എസ്സേയ്സ്. അഷേബെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ്, പോയംസ്, ക്രിട്ടിക്കൽ എസ്സേയ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇവയൊക്കെ പ്രതിപാദ്യ വിഷയം ഹൈലൈറ്റിംഗ് ദ ക്ലാഷ് ഓഫ് വെസ്റ്റേൺ ആൻഡ് ആഫ്രിക്കൻ വാല്യൂസ്. ആഫ്രിക്കൻ വാല്യൂസും വെസ്റ്റേൺ വാല്യൂസും തമ്മിലുള്ള ക്ലാഷാണ് ഈ കൃതികളിലൊക്കെ പ്രധാനമായിട്ടും കടന്നു വരുന്നത്. ഹിസ് വർക്ക്സ് എയിം അറ്റ് റിവൈവിങ് ദ ആഫ്രിക്കൻ കൾച്ചറൽ റിച്ച്നെസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ആഫ്രിക്കയുടെ കൾച്ചറൽ റിച്ച്നെസ്, സാംസ്കാരികമായ സമ്പന്നത, പഴയകാല ആഫ്രിക്കയുടെ സാംസ്കാരിക സമ്പന്നതയെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഉള്ളത്. അങ്ങനെ ഒന്നാണ് റിവൈവിങ് ദ ആഫ്രിക്കൻ കൾച്ചറൽ റിച്ച്നെസ്. അപ്പോൾ വെസ്റ്റേൺ വരവോടുകൂടി, കൊളോണിയലിസത്തിൻ്റെ വരവോടുകൂടി ആഫ്രിക്കയ്ക്ക് അതിൻ്റെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക തനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ തിരിച്ചു പിടിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ പ്രധാന ലക്ഷ്യം ആയിട്ട് നമ്മൾ കാണുന്നത്. ഇനി നമ്മുടെ പോയം റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്നാണ്. റെഫ്യൂജി നിങ്ങൾക്കറിയാം, അഭയാർത്ഥി, ഒരു അഭയാർത്ഥി ക്യാമ്പ്, അതിലെ ഒരമ്മ, കുട്ടി, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ പോയത്തിലുള്ളത്. നമ്മളെ പോയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എ മദർ വിത്ത് എ ഡൈയിങ് ചൈൽഡ് അറ്റ് വൺ ഓഫ് ദ ബയാഫ്രൻ റെഫ്യൂജി ക്യാമ്പ് കൺവേസ് ദ പത്തറ്റിക് സ്റ്റോറി ഓഫ് ഓൾ ദോസ് ഹു സഫർ ഇൻ ആഫ്രിക്ക. ഇത് ഒരു മദർ വിത്ത് എ ഡൈയിങ് ചൈൽഡ്, ഒരമ്മ, ഡൈയിങ് ചൈൽഡ്, മരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മരണാസന്നനായിരിക്കുന്ന ഒരു മകനുമായിട്ട് ഇരിക്കുന്ന ഒരമ്മ. അതെവിടെയാണ്? ഒരു ബയാഫ്രൻ റെഫ്യൂജി ക്യാമ്പിലാണ്. ബയാഫ്ര ഒരു ആഫ്രിക്കയുടെ, നൈജീരിയയുടെ ഒക്കെ ഒരു പ്രത്യേക പ്രദേശമാണ്. അപ്പോൾ ആ ബയാഫ്രൻ റെഫ്യൂജി ക്യാമ്പിൽ കൺവേസ് ദ പാത്തറ്റിക് സ്റ്റോറി ഓഫ് ഓൾ ദോസ് ഹു സഫർ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും, സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പാത്തറ്റിക് സ്റ്റോറിയാണ് സത്യത്തിൽ ഈ ഒരമ്മയും മകനും റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കൊളോണിയലൈസേഷൻ ഹാസ് ഇറോഡഡ് ദ ട്രൈബൽ സെൽഫ് റിലയൻസ്. കൊളോണിയലൈസേഷൻ, കോളനിവൽക്കരണം, അവരുടെ ട്രൈബൽ സെൽഫ് റിലയൻസിനെ, അവരുടെ ട്രൈബലായ, ഈ വനവുമായി ചേർന്ന്, പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുക, ട്രൈബലായിട്ട് അവർക്കുണ്ടായിരുന്ന, അല്ലെങ്കിൽ ട്രൈബ്സ്, അവരുടെ ഗോത്രവർഗ്ഗങ്ങൾക്കുണ്ടായിരുന്ന ഒരു സെൽഫ് റിലയൻസ്, ഒരു സ്വയം പര്യാപ്തത ഇറോഡഡ്, ഇല്ലാതാക്കി.
ആൻഡ് കമ്മ്യൂണൽ ട്രഡീഷൻസ്, അതേപോലെ അവരുടെ കമ്മ്യൂണിറ്റീസിനുണ്ടായിരുന്ന പാരമ്പര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നഷ്ടപ്പെടുത്തി. ഗ്ലോബലൈസേഷൻ ഹാസ് ലൂട്ടഡ് ഫർദർ റിസോഴ്സസ്. ഗ്ലോബലൈസേഷൻ ആണെങ്കിൽ കൂടുതൽ റിസോഴ്സുകൾ ലൂട്ട് ചെയ്യുക, കൊള്ളയടിക്കുക. ആൻഡ് ഹാസ് നോട്ട് ഫുൾഫിൽഡ് ഇറ്റ്സ് പ്രോമിസ് ഓഫ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദെയർ പാർട്ട് ഓഫ് ദി വേൾഡ്. ഗ്ലോബലൈസേഷൻ കടന്നു വന്നത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും വലിയ പുരോഗതി ഉണ്ടാക്കും, വെൽഫെയർ ഉണ്ടാക്കും, ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു പ്രോമിസ് ഗ്ലോബലൈസേഷൻ നൽകിയെങ്കിലും അതും ഫുൾഫിൽ ചെയ്യപ്പെട്ടില്ല, പ്രത്യേകിച്ചും അവരുടെ നാടുകളിൽ. പോവർട്ടി, മാൽന്യൂട്രീഷൻ ആൻഡ് സിവിൽ വാർ, terrorism, the corruption and elitism of newly elected governments, HIV, Ebola and a number of other famine-related deadly maladies prevail in their lands. ഇനി ദാരിദ്ര്യം, മാൽന്യൂട്രീഷൻ പോഷകാഹാരക്കുറവ്, സിവിൽ വാർ, ടെററിസം, സിവിൽ വാർ ആഭ്യന്തര യുദ്ധം, ടെററിസം, പിന്നെ ദ കറപ്ഷൻ അഴിമതിയും, എലൈറ്റിസം സ്വജനപക്ഷപാതവും ഉയർന്ന ആളുകളെ മാത്രം പരിഗണിക്കുന്ന രീതി, എലൈറ്റിസം ഓഫ് ന്യൂലി ഇലക്റ്റഡ് ഗവൺമെൻറ്റ്സ് പുതിയതായി വരുന്ന ഗവൺമെൻറ്റുകളുടെ ഇത്തരത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും, HIV, എബോള പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ നമ്പർ ഓഫ് അതർ ഫാമിൻ റിലേറ്റഡ് ഡെഡ്ലി മാലീസസ് മറ്റ് ഈ ക്ഷാമം, ഫാമിൻ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാരകമായ അസുഖങ്ങൾ പലതും പ്രിവെയിൽ ഇൻ ദെയർ ലാൻഡ് അവരുടെ നാട്ടിൽ ഇങ്ങനെ പ്രിവെയിൽ ചെയ്യുന്നു. അവരുടെ നാട്ടിൽ വളരെ തീവ്രമായിട്ട് ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ്, സിവിൽ വാർ, ടെററിസം, കറപ്ഷൻ, പിന്നെ അസുഖങ്ങൾ, ഇതൊക്കെ അവരുടെ നാട്ടിൽ പ്രിവെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ ലൈൻസ് ഓഫ് ദ പോയം ആർ നോട്ട് പങ്ക്ച്വേറ്റഡ് വിത്ത് കോമാസ്. ഈ പോയം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പോയംസിൽ രണ്ട് ഭാഗത്ത് ഫുൾ സ്റ്റോപ്പുകൾ കാണുന്നുണ്ട്, അല്ലാതെ വേറെ പങ്ക്ച്വേഷൻസ് പൊതുവെ കുറവാണ്. പ്രത്യേകിച്ചും കോമ ഇട്ടിട്ട് ഈ പങ്ക്ച്വേഷൻസ് ലൈൻസ് വേർതിരിക്കുകയോ ഇടയിൽ കോമ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. This suggests how Achebe embarks on listing the endless problems that afflicted his land. അത് സൂചിപ്പിക്കുന്നത് എത്രത്തോളമാണ് അദ്ദേഹം അതിനെ മനസ്സിലെടുത്തിട്ടുണ്ട്. ലിസ്റ്റിംഗ് ദ എൻലെസ് പ്രോബ്ലംസ് ദാറ്റ് അഫ്ലിക്റ്റഡ് ഹിസ് ലാൻഡ്, തൻ്റെ ലാൻഡിനെ ബാധിച്ചിരിക്കുന്ന പ്രോബ്ലംസ്, എൻലെസ് പ്രോബ്ലംസ്, അവസാനമില്ലാത്ത പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹം അത് വളരെയധികം അദ്ദേഹത്തിന് എംബാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അത് സൂചിപ്പിക്കുന്നു. Besides speaking about the Nigerian civil war that ravaged Biafra and its refugee camps, the poem is also an eye-opener to the bitter realities haunting Africa. ഈ നൈജീരിയൻ സിവിൽ വാറാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ബയാഫ്രയെ റാവേജ് ചെയ്ത, നശിപ്പിച്ച് കളഞ്ഞ നൈജീരിയൻ സിവിൽ വാർ, നൈജീരിയൻ ആഭ്യന്തര യുദ്ധം, അല്ലെങ്കിൽ അതിലെ അവിടുത്തെ റെഫ്യൂജി ക്യാമ്പുകൾ കുറിച്ചാണ് ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ദ പോയം ഈസ് ഓൾസോ ആൻ ഐ ഓപ്പണർ ടു ദ ബിറ്റർ റിയാലിറ്റീസ് ഹോണ്ടിങ് ആഫ്രിക്ക. ആഫ്രിക്കയെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ബിറ്റർ റിയാലിറ്റീസും, കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിലേക്കുമുള്ള ഒരു ഐ ഓപ്പണറാണ് നമ്മുടെ പോയം. ബയാഫ്ര ഇൻ 1967 ഇനീഷ്യേറ്റഡ് എ ബ്രേക്ക് അവേ ഫ്രം നൈജീരിയ. ബയാഫ്ര 1967 ഇനീഷ്യേറ്റഡ് എ ബ്രേക്ക് അവേ ഫ്രം നൈജീരിയ. നൈജീരിയയിൽ നിന്ന് ഒരു ബ്രേക്ക് അവേ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഇനീഷ്യേറ്റ് ചെയ്തു, നൈജീരിയയിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിച്ചു. എ സെപ്പറേറ്റ് നാഷൻ. അഷേബെ ടുക്ക് അപ്പ് ദ റോൾ ഓഫ് എ പീസ് ലവിങ് അംബാസിഡർ ഫോർ ദ ബയാഫ്രൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ബയാഫ്രയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പീസ് ലവിങ് അംബാസിഡർ എന്ന റോള്, സമാധാന പ്രേമിയായ ഒരു ഇടനിലക്കാരൻ എന്ന റോള് ബയാഫ്രൻ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് അഷേബെ സ്വീകരിച്ചു, ഏറ്റെടുത്തു. But so he was shocked to witness a civil war that took the lives of the ordinary Igbo civilians. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ ഷോക്ക്ഡ് ആയിപ്പോയി. അദ്ദേഹം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ഒരു സിവിൽ വാറിന്. ദാറ്റ് ടുക്ക് അവേ ലൈവ്സ് ഓഫ് ഓർഡിനറി ഇഗ്ബോ സിവിലിയൻസ്. ഓർഡിനറി ആയിട്ടുള്ള സാധാരണക്കാരായ ഇഗ്ബോ സിവിലിയൻസിനെ ഡ്രാഗ്ഡ് ദം അറ്റർ പോവർട്ടി, അവരുടെ ജീവനെടുത്ത, അവരെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഒക്കെ നയിച്ച സിവിൽ വാറിന് അദ്ദേഹം സാക്ഷിയായി. ഹി സോട്ട് ദ എയ്ഡ് ഓഫ് അമേരിക്ക ആൻഡ് യൂറോപ്പ് ടു റിസോൾവ് ദ ക്രൈസിസ്. ഈ ക്രൈസിസ് റിസോൾവ് ചെയ്യാനായിട്ട് അദ്ദേഹം അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സഹായം തേടി. ഇൻ 1970 ആഫ്റ്റർ സഫറിങ് എ ലോങ് സീസൺസ് ഓഫ് അക്യൂട്ട് പോവർട്ടി, നീണ്ടകാലത്തെ ദാരിദ്ര്യത്തിന് ശേഷം
ഒക്കെ അനുഭവിച്ചതിന് ശേഷം ആസ് റിസൾട്ട് ഓഫ് ദ ബ്ലോക്കേഡ് ബൈ ദ നൈജീരിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ബ്ലോക്കേഡിന് ശേഷം, റിസൾട്ട് ഓഫ് ദ ബ്ലോക്കേഡ്, ആ ബ്ലോക്കേഡിനും ശേഷം, ബ്ലോക്കേഡ് കൊണ്ട് ബൈ ദ നൈജീരിയൻ ഗവൺമെൻറ്, ബയാഫ്ര സറണ്ടേർഡ് ആൻഡ് നൈജീരിയ ടുക്ക് ബാക്ക് ദ റീജിയൻ. അപ്പോൾ അവർ നടത്തിയ ബ്ലോക്കേഡ് അവർ അനുഭവിക്കേണ്ടി വന്നു, വളരെ ശക്തമായ ബ്ലോക്കേഡ്, നൈജീരിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഉപരോധം. ദെൻ ബയാഫ്ര സറണ്ടേർഡ്, അതിൻ്റെ പേരിൽ ബയാഫ്ര സറണ്ടർ ചെയ്തു. ആൻഡ് ദ നൈജീരിയ ടുക്ക് ബാക്ക് ദ റീജിയൻ, നൈജീരിയ ആ പ്രദേശം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇതാണ് നമ്മളുടെ പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. ദെൻ നമ്മളുടെ പോയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്ര തീവ്രമായ ദാരിദ്ര്യവും പ്രശ്നങ്ങളുമാണ് അഷേബ ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അഷേബയുമായി ബന്ധപ്പെട്ട അഷേബയുടെ ഒരു കൊട്ടേഷൻ, വളരെ പ്രശസ്തമായൊരു കൊട്ടേഷൻ ഉണ്ട്. വെൻ സഫറിങ് നോക്സ് അറ്റ് യുവർ ഡോർ, ദുരിതങ്ങൾ നിങ്ങളുടെ ഡോറിൽ വന്ന് നോക്ക് ചെയ്യുമ്പോൾ, യു സേ ദർ ഈസ് നോ സീറ്റ് ഫോർ ഹിം, നിങ്ങളാരും സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കില്ല. നിങ്ങൾ അവരെ ദുരിതത്തിന് നിങ്ങൾ ദർ ഈസ് നോ സീറ്റ് ഫോർ ഹിം, ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല, സീറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചയക്കാൻ ശ്രമിക്കും. ഇറ്റ് ടെൽസ് യു നോട്ട് ടു വറി, അപ്പോൾ ദുരിതം തിരിച്ചു പോകാനായിട്ടല്ല വരുന്നത്. അദ്ദേഹം ദുരിതം നിങ്ങളോട് പറയും നോട്ട് ടു വറി ബിക്കോസ് ഹീ ഹാസ് ബ്രോട്ട് ഹിസ് ഓൺ സ്റ്റൂൾ, എനിക്കിരിക്കാനുള്ള സ്റ്റൂള് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലിരുന്നുകൊണ്ട് നിങ്ങളുടെ സീറ്റ് എനിക്ക് വേണ്ട, എന്തായാലും ഞാൻ നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ എന്ന് സഫറിങ് നിങ്ങളോട് പറയും എന്നാണ്. അപ്പോൾ എത്രത്തോളം ആഫ്രിക്കയുടെ സഫറിങ്സ് അഷേബയെ ഫീൽ ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഈ കൊട്ടേഷനിൽ നിന്ന് തന്നെ ബോധ്യപ്പെടും. ഓക്കെ, അപ്പോൾ പോയ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പോയ നിങ്ങളെല്ലാവരും ഒരു